അവളുമായി ഒരു ജീവിതം അതെക്കാലവും ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പലയാവർത്തി ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നു. ഹൃദയം അതൊന്നും ചെവിക്കൊണ്ടില്ല. മാത്രവുമല്ല, അവളെ കാണാതിരുന്ന ഈ ദിവസങ്ങളിൽ അവളോട് എനിക്കുള്ള പ്രണയം കൂടിക്കൊണ്ടിരുന്നു. അവളല്ലാതെ മറ്റൊരു പെണ്ണും ഈ ഡേവിഡിൻ്റെ ഹൃദയത്തിൽ ഇനി സ്ഥാനം ഉറപ്പിക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി. 8 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവളെ വീണ്ടും കാണാൻ പോയി, എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ വേണ്ടി. വഴിയിൽ വീണ്ടും എന്നെ കണ്ടതും അവൾ കണ്ണ് കുറിപ്പിച്ച് എന്നെ നോക്കി പിടിപ്പിക്കാൻ തുടങ്ങി. ഞാനൊന്ന് ചിരിച്ചു. അവൾ അതിനെ തിരിച്ചൊന്ന് പുഞ്ചിരിക്കുക കൂടി ചെയ്യാതെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എനിക്ക് കുറച്ച് സംസാരിക്കണം, ഒന്ന് കൂടെ വരുമോ? നമുക്കങ്ങോട്ട് മാറി നിൽക്കാം, ഞാൻ അവളെ നോക്കി ഒട്ടും പതറാതെ പറഞ്ഞു. 8 ദിവസം വേണമായിരുന്നോ ഡേവിച്ചായന് എന്നെ ഭാര്യയാക്കണമെന്ന് തീരുമാനിക്കാൻ? ഞാൻ 3 ദിവസമൊക്കെ പ്രതീക്ഷിച്ചേ. എന്തായാലും കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്ത് കാണുമല്ലോ അല്ലേ? പ്രശ്നങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ, എന്തു വന്നാലും എന്നെ കൂടെ കൂട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ വൈകിട്ട് ഇവിടെ നിൽക്കണം. ഇല്ലാച്ചാ പിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്, പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പോകുന്നവളെ ഞാൻ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ടാണ് നോക്കി നിന്നത്. അതോടെ എനിക്കൊന്ന് മനസ്സിലായി, എല്ലാത്തിനും എന്നേക്കാളും ധൈര്യം അവൾക്കുണ്ടെന്ന്. ഒരു തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കുന്നവളാണെന്ന്, ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാത്തവളാണെന്ന്. അവൾ പറഞ്ഞ പോലെ വൈകിട്ട് ഞാൻ അവിടെ അവളെയും കാത്തു നിന്നു. അന്ന് എന്നെ കണ്ടതും ആദ്യമായി എന്നോട് അവൾ ചിരിച്ചു. എന്നോടുള്ള അവളുടെ പ്രണയം പറയാതെ പറഞ്ഞുകൊണ്ടുള്ള പുഞ്ചിരി. പിന്നീട് അങ്ങോട്ട് ആരും അറിയാതെ ഞങ്ങൾ പരസ്പരം പ്രണയിച്ചു. പതിവ് കൂടിക്കാഴ്ചകളും സംസാരങ്ങളും ഞങ്ങൾക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു. വീട്ടിലെ വിശേഷങ്ങൾ വാ തോരാതെ അവൾ പറയുമ്പോൾ എല്ലാം കേട്ട് പുഞ്ചിരിയോടെ ഞാൻ ഇരിക്കും. കൂടുതലും പറയാനുള്ളത് നിൻ്റെ അച്ചുവേട്ടൻ്റെ കാര്യങ്ങളാണ്. അവനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇഷ്ടം. എന്നെക്കുറിച്ചും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ, അതായത് നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കണമെന്ന് വരെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം അവൻ അവൾക്ക് മകൻ തന്നെയാണെന്ന്. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രണയവും കൂടുതൽ ദൃഢമായി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ആരോ കണ്ട് വീട്ടിൽ അപ്പച്ചനെ അറിയിക്കുന്നത്. പിന്നെ വീട്ടിലൊരു യുദ്ധം തന്നെയായിരുന്നു. എൻ്റെ പ്രണയം എനിക്ക് ലഭിക്കാൻ വേണ്ടി വാദിക്കാൻ ഞാൻ ഒരാൾ മാത്രം. ബാക്കി എല്ലാവരും സ്നേഹത്തോടെയും ശാസനയോടെയും ഭീഷണിപ്പെടുത്തിയും എല്ലാം അതിന് എതിര് നിന്നു. എങ്കിലും അവളെ അല്ലാതെ മറ്റാരെയും ഈ ജീവിതത്തിൽ ഭാര്യയായി കാണാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിന്നെ അവളെ കാണാൻ പോകാൻ സാധിച്ചില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെയായി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ആശ്വാസമായി വന്നത് ജെയിംസ് ആണ്. അറിയോ നിനക്കാളെ? ഡേവി ഈശാനിയെ നോക്കി ചോദിച്ചു. ഇല്ല. എൻ്റെ പെങ്ങൾ ക്ലാരയെ കെട്ടിയത് അങ്ങേരാ, അതായത് പപ്പയുടെ അളിയൻ. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് കേട്ടു. എൻ്റെ അവസ്ഥ കണ്ട് പാവം തോന്നിയത് കൊണ്ടാകാം ജെയിംസ് എന്നോട് വന്ന് കാര്യമായി സംസാരിച്ചു. മറ്റുള്ളവരെ പോലെ ആദ്യം തിരുത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്നെ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ ജെയിംസിനോട് ഞാൻ പറഞ്ഞു മീനുവിനെ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ ഒന്ന് അറിയിക്കണമെന്ന്. അവൻ പോയി മീനുവിനെ കണ്ടു. എപ്പോൾ വന്ന് വിളിച്ചാലും എവിടേക്കായാലും കൂടെ വരാൻ തയ്യാറാണെന്ന് അവൾ ജെയിംസിനോട് പറഞ്ഞയച്ചു. ആ വാക്കുകൾ പപ്പയ്ക്ക് തന്നത് ചെറിയ ധൈര്യമൊന്നുമല്ല. ജെയിംസ് പറഞ്ഞു അവളെയും കൊണ്ട് ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കോ, എല്ലാ സഹായവും ചെയ്തു തരാമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഈ നാട് ഉപേക്ഷിച്ച് ഇവരെയെല്ലാം ഭയന്ന് ഒളിച്ചു കഴിയേണ്ടി വന്നാൽ ജീവിതം മുഴുവൻ അങ്ങനെ കഴിയേണ്ടി വരുമെന്ന് തോന്നി. പിന്നെ ഇവരുടെ എല്ലാം മുന്നിൽ തന്നെ ഞങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം മറന്ന് 2 വീട്ടുകാരും ഒരുമിക്കുമെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് നാട് വിട്ടു പോകുന്നതിനോട് യോജിച്ചിരുന്നില്ല. ജെയിംസ് കുറേ പറഞ്ഞു. അതാ നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. അന്ന് അവൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇന്നും എൻ്റെ മീനുവിൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് എന്താ ഉണ്ടായ? ഈശാനി ചോദിച്ചു. പിറ്റേന്ന് രണ്ടും കൽപ്പിച്ച് അപ്പച്ചനോട് പറഞ്ഞു മീനുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെ ഒരു മകനില്ലെന്ന് കരുതും. ഒരു നയാ പൈസ പോലും എൻ്റെ മകനാണെന്ന അവകാശത്തിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പടിയിറങ്ങി നേരെ പോയത് മീനുവിനെ വിളിക്കാൻ ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവളെ പെണ്ണ് കാണാൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അവളെ വിളിച്ചു. വലിയ വാക്കുതർക്കങ്ങൾ അവിടെയും നടന്നു. അവസാനം അത് കയ്യാങ്കളിയിലേക്ക് മാറിയതും മീനു പുറത്തേക്ക് ഇറങ്ങി വന്നു. കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ സ്വന്തം ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവളും വന്നു എൻ്റെ കൂടെ. അവിടുന്ന് ഉണ്ടായിരുന്നു ഒരുപാട് ഭീഷണി. പിന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഒരു ചെറിയ വീടെടുത്ത് ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതം അവിടെ തുടങ്ങി. ദൈവം എനിക്കും അവൾക്കുമായി ഈ ഭൂമിയിൽ നൽകിയ പ്രണയം നിറഞ്ഞ സന്തോഷം മാത്രം നിലനിന്ന 6 മാസങ്ങൾ. ജെയിംസ് പലപ്പോഴും വിവരം അറിയാൻ വിളിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഞങ്ങൾക്കിടയിലേക്ക് ദൈവം നിന്നെ അയച്ചത്.
വിവരം അറിഞ്ഞ് ഞാനും അവൾ സന്തോഷിച്ചതിന് കണക്കില്ല. അച്ചുവിനെ കാണണമെന്ന് പലപ്പോഴും അവൾ ആഗ്രഹം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കഴിഞ്ഞില്ല. നിന്നെ 1 മാസം ഗർഭമുള്ള സമയത്താണ് പ്രതീക്ഷിക്കാതെ അപ്പച്ചൻ വിളിക്കുന്നത്. എല്ലാ ദേഷ്യവും മറന്ന് എന്നെയും മീനുവിനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ. അപ്പച്ചൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെയാണ് മീനുവിനോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടത്. അന്ന് അറിഞ്ഞില്ല കുഞ്ഞെ, പപ്പ ജീവിതം അവിടെ അവസാനിക്കുകയാണെന്ന്. ഞങ്ങളുടെ സന്തോഷം അവിടെ നിലയ്ക്കുകയാണെന്ന്. അന്നാണ് എല്ലാം തകർത്തുകൊണ്ട് ആ ആക്സിഡൻ്റ് ഉണ്ടായത്. നട്ടലിനും തലയ്ക്കും കാര്യമായ പരിക്കേറ്റ് ജീവശവമായി കിടക്കുമ്പോൾ അറിഞ്ഞില്ല എൻ്റെ മീനു ആരുമില്ലാതെ അവളിൽ വളരുന്ന എൻ്റെ കുഞ്ഞുമായി പെരുവഴിയിൽ നിൽക്കുകയാണെന്ന്. എന്നെ അപകടത്തിൽപ്പെടുത്തിയത് മീനുവിൻ്റെ വീട്ടുകാരാണെന്ന് അപ്പച്ചൻ വിശ്വസിച്ചു. ആ ദേഷ്യം അവളോട് കാണിച്ചു. ആട്ടിയിറക്കി ആ ആശുപത്രിയിൽ നിന്നും എൻ്റെ മീനുവിനെ. അവളിൽ വളരുന്നത് എൻ്റെ കുഞ്ഞല്ല എന്നുവരെ പറഞ്ഞു അവർ. ആരുമില്ലാതെ അവസാന പ്രതീക്ഷ എന്നോണം അവളുടെ വീട്ടിലേക്ക് പോയ അവളെ സ്വീകരിക്കണമെങ്കിൽ വയറ്റിനുള്ളിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞു. അവിടെയും ദൈവം അവളെ കൈയൊഴിഞ്ഞു. പക്ഷേ എൻ്റെ മീനു തളർന്നില്ല. ആരുടെയും സഹായമില്ലാതെ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരമായ എൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. ആട്ടിയകറ്റിയ ആൾക്ക് മുന്നിലും ഒന്നിനു വേണ്ടിയും അവൾ പോയില്ല. മരണത്തിൽ പോലും എൻ്റെ മകളെ അവൾ അവളേക്കാൾ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു. ഞങ്ങളുടെ പ്രണയത്തോട് എനിക്ക് പുലർത്താൻ കഴിയാത്ത നീതി അവൾ പുലർത്തി. ഇടർന്ന സ്വരത്തിൽ ഡേവിഡ് അത് പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ ഹൃദയം തൻ്റെ പ്രണയത്തെ ഓർത്തു പിടയുന്നത് നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ഈശാനി അറിയുന്നുണ്ടായിരുന്നു. അനുവാദമില്ലാതെ 2 പേരുടെയും മിഴികൾ കണ്ണുനീർ വാർത്തു. ഞാൻ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാ അല്ലേ പപ്പ എല്ലാ സന്തോഷവും ഇല്ലാണ്ടായത്? ഒട്ടും ഭാഗ്യമില്ല അല്ലേ എനിക്ക്? എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചത്? പപ്പയ്ക്ക് അമ്മയുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ പോയേ? എൻ്റെ പൊന്നു കുഞ്ഞെ, അങ്ങനെയൊന്നും കരുതല്ലേ. ഇതെല്ലാം കർത്താവ് തീരുമാനിച്ചതാ. അതിലാരെയും പഴിചേരാനാവില്ല. അന്ന് പപ്പയ്ക്ക് ആ ആക്സിഡൻറ്റ് നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ. ഇനിയെങ്കിലും ഇത്തിരി സന്തോഷത്തോടെ നമുക്ക് കഴിയാം. എൻ്റെ കുഞ്ഞ് വിഷമിക്കാതെ. ഡേവിഡ് ഈശാനിയെ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. ഇതുവരെ ലഭിക്കാത്ത ആ അച്ഛൻ്റെ വാത്സല്യ ചൂടിൽ കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ചുരുണ്ടുകൂടി. ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ മകളെ നോക്കി. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അയാളുടെ പ്രണയമായ മീനാക്ഷിയുടെ ഓർമ്മയിൽ ആ രാത്രി അയാൾ ഉറങ്ങാതെ കിടന്നു. അതെ, പ്രണയം ഇങ്ങനെയാണ്. ചിലർക്ക് നിറമാർന്ന മനോഹരമായ വസന്തം നൽകും, മറ്റു ചിലർക്ക് ചുട്ടുപൊള്ളും മരുഭൂമി പോലെയാണ്. പുലർച്ചെ എപ്പോഴോ ആണ് ഡേവിഡ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് വൈകിയാണ് ഉണർന്നത്. ഡേവിഡ് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി. അവിടെ ഈശാനിയും ജൂലിയും രാവിലത്തേക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാക്കി ഡേവിഡിനെ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ കാത്തിരുന്നേ? നിങ്ങൾക്ക് കഴിച്ചുകൂടായിരുന്നോ? അത് പറ്റില്ല, പപ്പയുടെ കൂടെ തന്നെ കഴിക്കണം. ഞാനിന്ന് പോകില്ലേ. ഇനി എപ്പോഴാ ഇതുപോലെ നമ്മൾ ഒന്നിച്ചിരിക്കുന്നേ? ഈശാനി പറഞ്ഞു. നീ അമ്മച്ചി വന്നിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് പപ്പ അറിഞ്ഞില്ലേ? അപ്പോൾ വല്യമ്മച്ചി ഇന്ന് വരും, ജോണിച്ചായൻ പറഞ്ഞു. ആണോ? എന്നിട്ട് അവനെവിടെ? കഴിക്കാൻ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട് ചാച്ച. പടികൾ ഇറങ്ങി വരുന്ന ജോണി ഡേവിഡിൻ്റെ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞുകൊണ്ട് കഴിക്കാനായി ഇരുന്നു. ജൂലി ആദ്യമേ കഴിച്ചു തുടങ്ങിയത് കൊണ്ട് ഈശാനി ജോണിക്ക് ഭക്ഷണം വിളമ്പി. അത് കാണാൻ ജോണി അവളെന്ന് നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പോണോ അവരെ കൊണ്ടുവരാൻ? വേണ്ട ചാച്ച, റോയിച്ചൻ കൊണ്ടുവരും. നമ്മളിനി അങ്ങോട്ട് പോകണ്ട. അമ്മച്ചി വന്നാൽ ഇനി എന്തായാലും ജോണിച്ചാന് പെണ്ണ് തിരയുന്നതാവും മെയിൻ ജോലി. ജൂലി തലയ്ക്ക് കൈ കൊടുത്ത് ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ റോയിച്ചനോ? ഇച്ചായനല്ലേ മൂത്തത്? ഈശാനി സംശയത്തോടെ ചോദിച്ചു. ബെസ്റ്റ്. റോയിച്ചാൻ ഇനി കെട്ടിയ അനിച്ചേച്ചി പച്ചയ്ക്ക് കത്തിക്കും. അനിച്ചേച്ചിയോ? അതാരാ? അതാണ് റോയിച്ചായൻ കെട്ടിയ പെണ്ണ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അത് പുള്ളിക്കാരി പിണങ്ങിപ്പോയതാടി. എൻ്റെ കണ്ണാ. എന്തിന്? ആരോട്? വേറെ ആരോട്? റോയിച്ചായനോട്. നമ്മുടെ റോയിച്ചായൻ ഒരു കൊച്ചിനോട് പ്രേമം. അത് അനിച്ചേച്ചി കണ്ടുപിടിച്ചു. അതോടെ ഇച്ചായൻ്റെ കർണം പോയിച്ച ഒരു അടി കൊടുത്ത് ആള് സ്വന്തം വീട്ടിലേക്ക് പോയി. ഇപ്പോൾ 4 മാസം ഗർഭിണിയാ. ഇവിടുന്ന് എല്ലാവരും പോകാറുണ്ട് കാണാൻ. റോയിച്ചായനെ മാത്രം ആളെ അടുപ്പിക്കില്ല. നന്നായെന്ന് ബോധ്യം വന്നാൽ ആരും വിളിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്നോളാം എന്നാ ചേച്ചി പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ടാ നിന്റെ അച്ചുവേട്ടന് റോയിച്ചായനോട് ഇത്ര ദേഷ്യം കൂടുതൽ. അതിന് എൻ്റെ അച്ചുവേട്ടൻ എന്തോ ചെയ്തിട്ടാ? ഈശാനി അല്പം ദേഷ്യത്തോടെ ജോലിയോട് ചോദിച്ചു. അങ്ങനെ വലുതായി ഒന്നും ചെയ്തില്ല. റോയിച്ചാനും മറ്റേ പെണ്ണും ഏതോ ഹോട്ടലിൽ ഉണ്ടെന്നറിഞ്ഞ് ചേച്ചി അവിടെ പോയി. ഒരുപാട് തിരിഞ്ഞുവെങ്കിലും അവരെ കാണാൻ സാധിക്കാതെ മടങ്ങുകയായിരുന്നു. അപ്പോൾ നിന്റെ അച്ചുവേട്ടൻ കാര്യം മനസ്സിലാക്കി അനിച്ചേച്ചിയെ ഒന്ന് സഹായിച്ചു. ചേച്ചി കാണാതെ മറിഞ്ഞു നിൽക്കുന്ന റോയിച്ചാനെയും പെണ്ണിനെയും ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് റോയിച്ചാനെ തല്ലാനുള്ള ഒരു മോട്ടിവേഷനും കൊടുത്തു. അത് റോയിച്ചാൻ്റെ മുന്നിൽ വെച്ച് തന്നെ. പിന്നെ പറയാനുണ്ടോ? നിന്റെ കടുവ കൊടുത്ത ധൈര്യത്തിൽ കൊടുത്തില്ലേ പൊന്നീച്ച പറക്കും വിധം ഒന്ന്.
അല്ലേ ചാച്ച, ജൂലി പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. റോയ് കേൾക്കണ്ട ജൂലി നീ ഈ പറയുന്നത്. ഡേവിഡും അതേ ചിരിയോടെ പറഞ്ഞു. ജോണി അപ്പോഴും ഈശാനിയെ നോക്കുകയായിരുന്നു. ആയുഷിനെ പറഞ്ഞപ്പോഴുള്ള അവളുടെ ദേഷ്യം അവനെ അത്ഭുതപ്പെടുത്തി. അയ്യോ കഷ്ടായി, റോയിച്ചായന് പോയി സോറി പറഞ്ഞൂടെ ആ ചേച്ചിയോട്? സോറി പറഞ്ഞ അപ്പോൾ തന്നെ എല്ലാം ക്ഷമിച്ച് കൂടെ വരാൻ അത് ഈശാനിയല്ല, അനീറ്റ തോമസ് ആണ് മോളെ. എന്നാലും ആ ചേച്ചിയോട് ഞാനൊന്ന് സംസാരിച്ചാലോ? ഇവർ പിണങ്ങി നിന്ന അത് ആ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. പാവം അത് തെറ്റാ ചെയ്തേ. നീ കരുതും പോലെ ഒന്നുമില്ല. ഇച്ചായനെ നന്നാക്കാനുള്ള ഒരു ശ്രമം അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ സെൻറ്റി അടിച്ച് നിൽക്കാതെ പോയി റെഡിയായേ. നിന്റെ കടുവ എപ്പോൾ വരുമെന്നാ പറഞ്ഞേ? അമ്മച്ചി എപ്പോഴാണ് വരുന്നത് ജോണിച്ചായ? ഇപ്പോൾ വരില്ലേ? ഈശാനി ജോണിയെ നോക്കി ചോദിച്ചു. ജോണി ഒരു നിമിഷം അവളെ അങ്ങനെ നോക്കി നിന്നുപോയി. ഒട്ടും ദേഷ്യമില്ലാതെ സ്നേഹത്തോടെയുള്ള അവളുടെ സംസാരം ആദ്യമായി അവന് ലഭിച്ചു. ഇപ്പോൾ വരും, ജോണി പെട്ടെന്ന് ബോധം വന്ന പോലെ മറുപടി പറഞ്ഞു. ജൂലിക്കും അവളുടെ ആ സംസാരം സന്തോഷം നൽകി. ഡേവിഡ് അതെല്ലാം ഒരു ചിരിയോടെ കണ്ടു നിന്നു. അപ്പോൾ ഞാൻ അച്ചോട്ടനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് ആയുഷിനെ വിളിച്ചു. 2 തവണ വിളിച്ചപ്പോഴും അവൻ ഫോൺ എടുത്തില്ല. ഇഷാനി നിരാശയോടെ അവരെ നോക്കി. എന്തു പറ്റി, കടുവ എടുത്തില്ലേ? ഇല്ല, തിരക്കായിരിക്കും. അതാ. കണ്ടോ ചാച്ച, ഇതാണ് ഇവളുടെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ്. അതേ സ്ഥാനത്ത് ഞാനായിരുന്നേ എന്താ ചിന്തിക്കുക എന്നറിയോ ജോണിച്ചായ? എന്താ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്താ? എന്നെക്കാളും വലുതായി വേറെ എന്താ ഉള്ളത്? അതോ ഇനി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ? അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എപ്പോഴാണ് എടുക്കുന്നത്? എനിക്കൊന്ന് അറിയണം. പിന്നെ നിർത്താതെ എടുക്കുന്നത് വരെ വിളിക്കും. പക്ഷേ ഇവൾ ചെയ്തതോ? ഒരൊറ്റ മറുപടിയിൽ അവളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിച്ചു, ആശ്വസിപ്പിച്ചു. അതോടെ ഒരു പ്രശ്നം ഒഴിവായി. ചുമ്മാതാണോ എൻ്റെ മുത്തിന് നിന്നെ ഇത്ര ഇഷ്ടം? നിന്റെ ഏത് മുത്ത്? ജോണിയാണ് അത് ചോദിച്ചത്. അവൻ ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞതിലെ അബദ്ധം മനസ്സിലായത്. അത് പിന്നെ ആയുഷ് മുത്തല്ലേ, ഇവളെ എന്തൊരു ഇഷ്ടവാ, അതാ ഞാൻ പറഞ്ഞത്. നീ വിഷമിക്കണ്ട ഈഷു, നീ ആരോടും പറയാതെ പോയി ഒരു സർപ്രൈസ് കൊടുക്കുക അവർക്കൊക്കെ. ജൂലി ആ വിഷയം മാറ്റാൻ വേണ്ടി എന്നോണം പറഞ്ഞു. അങ്ങനെ ചെയ്യാം. എന്നാൽ ജോണിച്ചായൻ എന്നെ ഒന്ന് അവിടം വരെ ആക്കിത്തരുമോ? ഈശാനി തെല്ലുനേരം ചിന്തിക്കാതെ ജോണിയോട് ചോദിച്ചു. അത് കേട്ട് ഡേവിഡ് എന്തോ പറയാൻ നിന്നത് ഈശാനി ആരും കാണാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് തടഞ്ഞു. ഞാനില്ല, ഒരു ടാക്സി വിളിക്കാം, അതുപോരെ? ജോണി മടിയോടെ പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, പരിചയമില്ലാത്തവരുടെ കൂടെയെങ്ങും ഞാൻ പോകില്ല. പ്ലീസ് ജോണിച്ചായ, അവൾ അവനെ നോക്കി കെഞ്ചി. ഞാൻ അങ്ങോട്ട് വന്നാൽ അത് പ്രശ്നമാവും ഈശാനി, അതാ. അത് ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വാക്ക്. ഒരുപാട് നേരത്തെ സംസാരത്തിന് അവസാനം അവൾ പറഞ്ഞത് സമ്മതിക്കേണ്ടി വന്നു. അവിടുന്ന് അല്പം കഴിഞ്ഞതും എല്ലാവരും ആശുപത്രിയിൽ നിന്നും വന്നു. എല്ലാവരും ഈശാനിയുടെ മൗനത്തിൽ നിന്നെങ്കിലും അവൾ എല്ലാവരോടും ഒരു പുഞ്ചിരിയോടെ യാത്ര ചോദിച്ചു, വല്യമ്മച്ചിയോടും എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട്. അവസാനം അവൾ റോയിയുടെ അടുത്തെത്തി. അവൾ വന്നതറിഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ എന്നോണം മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവൻ എല്ലാവരും കേൾക്കെ ഒരു സോറിയും പറഞ്ഞു. ഇച്ചായൻ സോറി ഒന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ ഉപദേശിക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും ഒന്നും ഞാൻ ആരുമല്ല എന്നറിയാം. എങ്കിലും പറഞ്ഞു പോവാ. അനിച്ചേച്ചിയെ കണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോൾ ഉള്ളൂ. ആത്മാർത്ഥമായ ഒരു ക്ഷമ പറയുന്നതിലൂടെ മാറ്റിയെടുക്കാവുന്ന പിണക്കം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ കുഞ്ഞിനെയാണ്. നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞല്ലേ റോയിച്ചായ, പാവമല്ലേ. ചേച്ചിയോടൊന്ന് സംസാരിച്ച് നോക്കൂ. ചിലപ്പോൾ പിണക്കം മറന്ന് കൂടെ വന്നാലോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പോട്ടെ. അതേ ചിരിയോടെ അവനോടും യാത്ര പറഞ്ഞ് ഈശാനി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങോട്ട് വരണേ പപ്പ. പുറത്തേക്ക് ഇറങ്ങിയ ഈശാനിയുടെ പിന്നിലായി നടന്ന ഡേവിഡിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ പപ്പയുടെ കുഞ്ഞിനെ കാണാൻ വരാതിരിക്കുമോ? വരും. നീയല്ലേ ഉള്ളൂ പപ്പയ്ക്ക്. പിന്നെ വരുമ്പോൾ ഇവളെ കൂടി കൊണ്ടുവരണേ, അടുത്ത് നിൽക്കുന്ന ജൂലിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ശരി, എന്നാൽ നമുക്ക് പോകാം ജോണിച്ചായ. അവൾ ജൂലിയെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. പോകാം. അങ്ങോട്ട് പോകുന്നത് വല്ലാത്തൊരു മടിയുണ്ട് ജോണിക്ക്. എങ്കിലും ഈശാനി അത്രയും നിർബന്ധിച്ചതുകൊണ്ട് സമ്മതിച്ചതാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ ഉടനീളം ഈശാനി എന്തൊക്കെയോ സംസാരിച്ച് അവനുമായുള്ള അകലം കുറയ്ക്കാൻ ശ്രമിച്ചു. വാതോരാതെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഈശാനി അവന് പുതിയ കാഴ്ച തന്നെയായിരുന്നു. ഒരു ചിരിയോടെ അവളുടെ കേൾവിക്കാരനായി അവനിരുന്നു. എൻ്റെ പെണ്ണേ, നീ ഒന്ന് വായടയ്ക്ക്. എന്തോന്നാ ഇത്? ജോണി തമാശയായി അവളോട് പറഞ്ഞു. അത് പിന്നെ ജോണിച്ചായ, എന്നോടുള്ള ദേഷ്യം മാറിക്കോട്ടെ എന്ന് കരുതി പറയുന്നതാ ഞാൻ. അതിന് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഈശാനി. സത്യമായിട്ടും ഇല്ലേ? ഇല്ല, സ്നേഹം മാത്രം. മരണം വരെ അത് മാത്രമേ ജോണിക്ക് നിന്നോട് തോന്നൂ. വേണ്ട, അങ്ങനെ സ്നേഹിക്കണ്ട. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം.
അങ്ങനെ മതി, അതാ നല്ലത്. ഇച്ചായനെ സ്നേഹിക്കാൻ നല്ലൊരു പെണ്ണ് വരും, എന്നേക്കാളും സൂപ്പർ. ആ വന്നോട്ടെ, വരണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം, അതും ഓക്കെ, അവൻ അവളെ നോക്കി പറഞ്ഞു. പക്ഷേ അവൻ്റെ ഹൃദയം വേദനയോടെ അപ്പോഴും പറഞ്ഞു, മരണം വരെ ആദ്യാനുരാഗമായി നീ ഉണ്ടാകും പെണ്ണെ ഈ നെഞ്ചിലെന്ന്. വിശ്വമംഗലം എത്തിയതും ഇഷാനി, ഇറങ്ങി വാ ഇച്ചായ, കയറിയിട്ട് പോകാം. അവൻ ജോണിയെ അകത്തേക്ക് ക്ഷണിച്ചു. ഏയ് അതൊന്നും വേണ്ട, ഞാൻ പോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇച്ചാൻ വാ ഇറങ്ങ്. അവൾ അവൻ്റെ കൈക്ക് പിടിച്ച് ഇറങ്ങാൻ നിർബന്ധിച്ചു. ഇറങ്ങാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി അവൻ ഇറങ്ങി. ഈശാനി അവൻ്റെ കൈവിടാതെ അകത്തേക്ക് നടന്നു. ഹാളിൽ തന്നെ ഹർഷനും മഹിയും ഉണ്ടായിരുന്നു. ഈശാനിയെ കണ്ടതും സന്തോഷത്തോടെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. പിന്നെയാണ് അവൾക്ക് പിന്നാലെ വരുന്ന ജോണിയെ കാണുന്നത്. ഹർഷേട്ട, മഹിയേട്ട, ദേ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഈശാനി ജോണിയുടെ കൈവിട്ട് അവരുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. ഹർഷനും മഹിയും പരസ്പരം ഒന്ന് നോക്കി, പിന്നെ ജോണിയെയും. ജോണി ആകെ പെട്ട അവസ്ഥയാണ്. അവരോട് ചിരിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ്. ഒന്നും മിണ്ടാതെ ജോണിയെ നോക്കി നിൽക്കുന്ന ഹർഷൻ്റെ വയറിനൊരു നുള്ളു കൊടുത്തു. സ്വന്തം അളിയനാണ് വന്നിരിക്കുന്നത്, കൈ കൊടുക്കു മനുഷ്യ. ഹർഷൻ കേൾക്കാൻ വേണ്ടി മാത്രമായി അവൾ പറഞ്ഞു. ഹാ ആളിയാ, വാ ഇരിക്ക്. ഹർഷൻ ജോണിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു.